ശ്രീ സർ നമസ്കാരം. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനവും അതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ആരോപിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള VT സൂരജ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഇതിൻ്റെ പുറകെ പോവുകയും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് വലിയ വിഷയമാണ്, മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ വലിയ ചില കളികൾ നടക്കുന്നുണ്ടോ? ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ? മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അതായത് സാധാരണക്കാരൻ്റെ ഒരു പണമില്ലാത്തവൻ്റെ മക്കൾ എങ്ങനെ പഠിക്കും എന്നതൊക്കെയുള്ള വലിയ സംശയങ്ങളുണ്ട്. പണമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന ആരോപണം വേറൊരു വശത്തുണ്ട്. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുമെന്ന വാദം മറുഭാഗത്തുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വാദങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? നിശ്ചയമായും ആ കാര്യത്തിൽ തർക്കമില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ ഒരു വിഷയത്തിനെ ആ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിട്ട് വരികയാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളുമുള്ള ഒരു വീഡിയോ ആ രീതിയിലത്തേക്ക് അവർ വളരെ ലാഘവത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നം. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അവരതിനെ ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി ആ വിഷയത്തിനെ സമീപിച്ചത് എന്നാണ്. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഇന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് വലുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏതാണ് ഇതിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് 10ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ +1-ലെയോ +2-ലെയോ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ചോരുന്നത് എങ്കിൽ നാളെ ഒരുപക്ഷെ മറ്റു പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ കൂടി ചോരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടാവില്ല, ഇതിനു മുമ്പും ഇതുണ്ടായിരുന്നിരിക്കാം. അത് പിടിക്കപ്പെടില്ല എന്നുള്ള രീതിയിലത്തേക്കുള്ള ധൈര്യം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ രീതിയിലത്തേക്ക് അവരിങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ അത് നിശ്ചയമായിട്ടും ചെറിയ ചെറിയ ഒരു വിഷയമോ ചെറിയ ചെറിയ ഒരു പ്രശ്നമോ അല്ല, മറിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ UPSCയുടെ ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ചെറിയ താഴത്തെ ക്ലാസ്സിലുള്ള ഒരു പരീക്ഷയ്ക്ക് പോലും ഈ രീതിയിലത്തേക്കുള്ള സുരക്ഷിതത്വം എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതിനെ ഒരു ചെറിയ വിഷയമായിട്ട് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ഇതിനെ ലീക്ക് ചെയ്താലും കുഴപ്പമില്ല, ഇതൊരു ചെറിയ ചെറിയ പ്രശ്നമാണെന്നല്ല ഇത് ലീക്ക് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ട്, സർക്കാരിൻ്റെ ഒരു ഇൻറ്റൻറ്റാണ്, ഉദ്ദേശശുദ്ധി. ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള ഒരു അന്വേഷണം, ഏതോ 1/2 ഡസൻ ആൾക്കാരെ മറ്റോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ടീം ഉണ്ടാക്കുന്നു, ആ ടീമിനെ കൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് കൊടുക്കുന്ന ഒരു ടേംസ് ഓഫ് റെഫറൻസിനെ പറ്റി ഇന്ന് മന്ത്രി സംസാരിക്കുമ്പോൾ പോലും അത് കുറച്ച് ഡൈല്യൂട്ടായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആകപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അധ്യാപകർ ഇത് ലീക്ക് ചെയ്തു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പ്രസംഷൻ മന്ത്രിക്കുണ്ടോ? അദ്ദേഹത്തിന് ഉറപ്പുണ്ടോ ഏതെങ്കിലും അധ്യാപകരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്? കാരണം അതിനോടൊപ്പം തന്നെ ഇത് ചേർത്ത് പറയുകയാണ്, ഈ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിഷയമല്ല. അത് ഏതെങ്കിലും ഒരു ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്ന സമയത്ത് കേരളം ചർച്ച ചെയ്യുന്ന വിഷയവുമല്ല. അല്ലാതെ തന്നെ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനെ പറ്റിയോ അല്ലെങ്കിൽ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനെ പറ്റിയോ ഒക്കെ തന്നെ കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇന്നും അത് തുടരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ വകുപ്പിൻ്റെ പിടിപ്പുകേടാണെന്നാണ്. അതിപ്പോൾ ആരോഗ്യ വകുപ്പെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസ വകുപ്പെങ്കിൽ അങ്ങനെ. അതല്ലാതെ പെട്ടെന്ന് ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ നിന്ന് ജോലി ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം അതിന് നേരെ മുന്നിലുള്ള തൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വന്നതിന് ശേഷം അവിടെ പഠിപ്പിക്കുന്നു എന്നൊക്കെ എത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് മന്ത്രി തന്നെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് അത് തിരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ആ സംവിധാനത്തിനെ ഞാൻ പേടിക്കേണ്ടതില്ല എന്നൊരാൾ ചിന്തിക്കുന്നത് കൊണ്ടും, ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടുമാണ്. ഇങ്ങനെയൊക്കെ ആയാലും ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് ആൾക്കാർ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രീതിയിലത്തേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിരന്തരമുള്ളത് കൊണ്ടും മുൻപൊരു പക്ഷേ ഇങ്ങനെ പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ആയിരിക്കാം ഇപ്പോൾ ഇത് യൂട്യൂബ് ചാനലുകളിലൊക്കെ തന്നെ വരാനുള്ള ഒരു കാരണമായതും. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കൂടി പറയുന്നത് എന്ത് സാഹചര്യത്തിലാണ്? ഞാൻ പറയുന്നത് അത് ഈ വിഷയം ഇല്ലെങ്കിലും നിങ്ങൾ അന്വേഷിക്കേണ്ടുന്ന വിഷയമാണ്. നിങ്ങളുടെ ഹോൾ ഫോക്കസ് എവിടെയായിരിക്കണം?
എങ്ങനെയാണ്, ആര് വഴിയാണ് ഇത് ലീക്ക് ചെയ്യപ്പെട്ട് പോയിരിക്കുന്നത്? ആ ലീക്ക് ചെയ്ത് പോയിരിക്കുന്നത് ഏതെങ്കിലും അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ രീതിയിലത്തേക്കാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വന്നു. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്വകാര്യ ട്യൂഷനും വരുമല്ലോ. അതല്ലാതെ ഇവിടെ എത്ര പേർ സ്വകാര്യ ട്യൂഷനുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യ ട്യൂഷൻ നടക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് തെറ്റായിരിക്കാം. പക്ഷേ എന്ന് കരുതി ഈ സ്വകാര്യ ട്യൂഷൻ നടത്തുന്ന ആൾക്കാരെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നതിനും അതാരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്താൽ വിലപ്പെട്ട ദിവസങ്ങൾ, വിലപ്പെട്ട എഫേർട്ടോ ഒക്കെ തന്നെ പോയി ഈ ഇഷ്യൂ ഡൈല്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഇതെങ്ങനെയാണ് ലീക്ക് ചെയ്യപ്പെട്ടത്, ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇത് ആര് വഴിയാണ് എത്തിയിരിക്കുന്നത്, മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ടോ, ഇനി ഇതിനെ തടയാനായിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു റിഗർ ഞാനവിടെ കാണുന്നില്ല എന്നൊരു പ്രശ്നം. അടുത്തത്, ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? ഇതിപ്പോൾ ഒരു ബോർഡ് എക്സാം ആണെങ്കിലും അല്ലെങ്കിലും ഒരു മത്സര പരീക്ഷ സർക്കാർ നടത്തുന്നതിൻ്റെ ചോദ്യപേപ്പർ ചോരുക എന്നുള്ളത് അതിൽ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ അതിനെ ഉത്തരവാദിത്തമില്ലാത്ത ആരോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആരോ അതിനെ ചോർത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഇവിടെ അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇവിടെ പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ FIR ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ FIR ഇട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ അതൊരു ആരോപണവുമല്ല, മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു, ഈ പരാതി കിട്ടിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ എന്ന്. സാർ, ഈ നാട്ടിലെ നിയമം നിങ്ങൾ പരാതി കിട്ടി 24 മണിക്കൂറിനകം FIR ഇടണമെന്നാണ്. 2 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തോന്നുന്ന പോലെ തീരുമാനിക്കും എന്നാണോ? അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഈ വിഷയങ്ങളെ അതീവ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് മന്ത്രി സമീപിക്കുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇനി നമ്മളീ പറഞ്ഞൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഇപ്പോൾ പറയുന്നതനുസരിച്ചിട്ട് മന്ത്രി തന്നെ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തു എന്ന് സ്ഥിരീകരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു പ്രത്യേക യൂട്യൂബ് ചാനൽ അവരാണല്ലോ ആ ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനെയാണെങ്കിൽ ചെയ്തിരിക്കുക. അപ്പോൾ അവർക്കെതിരെ ഏത് രീതിയിലാണ് മന്ത്രി, സാധ്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് നടപടിയെടുക്കേണ്ടുന്ന മന്ത്രി ഇന്ന് പറയുന്നത് എന്താണ്? അവർ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന്. ഇതെന്താ മൈതാന പ്രസംഗമോ? ഇതാരാ പറയുന്നത്? ഇത് ഞാൻ പറയുന്നത്, ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളിന് വേണമെങ്കിൽ ഈ രീതിയിലത്തേക്ക് പറയാം. പൊതുജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എനിക്കും പ്രാർത്ഥനയുമൊക്കെ ഇത് പറയാം. മര്യാദയുടെ എല്ലാ സീമകളും അവർ ലംഘിച്ചു. ഞാൻ പറഞ്ഞത്, ഇത് മര്യാദയുടെ സീമ നോക്കുന്നതിന് വേണ്ടിയിട്ട് യന്ത്രവും കൊണ്ടിരിക്കുന്ന ഒരാളല്ല മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമായിട്ട് നടപടിയെടുക്കേണ്ടുന്ന ആ മെഷീനറിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവരുടെ മര്യാദയല്ല നിങ്ങൾ അളക്കേണ്ടത്, ഇവർ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കേവലം മര്യാദകേട് എന്ന രീതിയിലത്തേക്കാണോ മന്ത്രി കാണുന്നത്? ഞാനിത് കാണുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി ആലോചിച്ച് നോക്കൂ. ഇത് എവിടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുന്നു, ഏതൊക്കെ പേപ്പറുകളാണ് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നത് എന്ന് നോക്കുന്നു, ഒരുപക്ഷെ അതിൻ്റെ സേഫ് കസ്റ്റഡി ഉള്ള ആൾക്കാരെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു, എന്നിട്ട് അത് എടുക്കുന്നു, എടുത്തതിന് ശേഷം പല യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ, അതിലൊരു യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു, എന്നിട്ട് അവരതിന് വീഡിയോ ചെയ്തിടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പരീക്ഷയ്ക്ക് മുൻപ് മതിയായ സമയം ഇതിനൊക്കെ കിട്ടിയെങ്കിൽ മാത്രമല്ലേ ഇത് ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കണക്ക് കൂട്ടി ഇത് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അതിനൊരു പേയ്മെൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ടാകാം, കൃത്യമായിട്ടൊരു ഗൂഢാലോചന ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം. തന്നെയുമല്ല, ഈ കിട്ടുന്നത് കൃത്യമായിട്ട് ഈ സർക്കാർ പരീക്ഷയുടെ ചോദ്യപേപ്പർ തന്നെയാണ് എന്ന് ഇത് ആർക്കാണോ കൊണ്ടു കൊടുക്കുന്നത് അവരും സ്ഥിരീകരിക്കുന്നുണ്ടാവുമല്ലോ. അവർക്കും ഉറപ്പുണ്ടായിരിക്കണമല്ലോ, അല്ലാതെ തട്ടിപ്പ് എന്നുള്ള രീതിയിലത്തേക്കല്ല അതിന് വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ അവർ കൊടുക്കുക. അപ്പോൾ ആ അതിന് ഏറ്റവും കൂടുതലായിട്ട് സംശയം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ എന്നാണോ പരീക്ഷ അന്ന് രാവിലെ 5:30-ക്കാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് കുട്ടികളോട് തയ്യാറാവാൻ പറയുന്നു, പഠിക്കാൻ പറയുന്നു, എന്നിട്ട് അവർ പരീക്ഷയ്ക്ക് പോകുന്നു. അപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കാണുന്നത്, അവർക്ക് എളുപ്പത്തിൽ കാര്യം നടക്കുന്നു. ഇതാണ് ഈ സിസ്റ്റത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതാണ് പിന്നീട് വലിയ സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. നിശ്ചയമായും. കാരണം അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ, ഒരു ആസൂത്രിതമായിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി റിഗർ ഈ വിഷയത്തിലാകാം. ഇപ്പോൾ നമ്മൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിന് ആനുപാതികമായിട്ടായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്. ഒരു പെറ്റി വിഷയം കാണിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം മര്യാദയുടെ അതിർവരമ്പുകൾ ഇയാൾ ലംഘിച്ചിരിക്കുകയാണ് എന്ന്. നമ്മൾ ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന തീവ്രവാദി, അയാൾ നമ്മുടെ മുംബൈയിൽ ആ ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും പറഞ്ഞത് അയാൾ മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്നാണോ? അതിന് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം മാത്രമേ ആകുന്നുള്ളൂ. മര്യാദയുടെ അതിർവരമ്പ് അയാൾ ലംഘിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള പദങ്ങളാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നടന്നിരിക്കുന്നത്, ഒരു മന്ത്രി ഇരിക്കുകയാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്, അത് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഏറ്റവും സീക്രസി എൻഷുർ ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തേണ്ടുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു പോയി എന്നുള്ള ഒരു ആരോപണം വരുമ്പോൾ
അതിനെ സ്ഥിരീകരിച്ചതിന് ശേഷം അതിനെ ലീക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ കാണിച്ചിരിക്കുന്നത് മര്യാദകേടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ആ മര്യാദകേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോണ്ടെക്സ്റ്റിലാണ് വരിക? ഞാനിപ്പോൾ പാർത്ഥനുമായിട്ടൊരു കാര്യം സംസാരിക്കുന്നു, അല്ലെങ്കിൽ പാർത്ഥൻ ഒരു കാര്യം എന്നോട് സംസാരിക്കുന്നു, എന്നിട്ട് എന്നോട് പറയുകയാണ്, ഞാനിത് ആദ്യം പറയും, ശ്രീത്ത് അതിനു മുമ്പ് ഇത് പറയാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു മര്യാദയുടെ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻ്റ് ഉണ്ട്. അത് വയലേറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യം എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർത്ഥൻ എന്താ പറയുക? അവൻ കാണിച്ചതിരിക്കുന്ന മര്യാദകേടാണ്. എന്നെ കാണുന്നുണ്ടെങ്കിൽ പറയും, ശ്രീത്ത നിങ്ങൾ കാണിച്ചിരിക്കുന്ന മര്യാദകേടാണ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രത്തോളം സീരിയസ്നെസ്സേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സീരിയസ്നെസ് അല്ല. ഞാനവിടെ കാണിക്കുന്ന ഒരു കുറ്റകൃത്യമല്ല, ഇവിടെ നടന്നിരിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതൊക്കെ മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വകുപ്പിൽ ആൾക്കാരുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്റൻ്റാണ്, അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി. എത്ര സോഫ്റ്റായിട്ടാണ് മന്ത്രി ഈ യൂട്യൂബ് ചാനലിനെ വിമർശിക്കുന്നത്? പ്രൈവറ്റ് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇതിലെ വില്ലൻ എന്ന രീതിയിലത്തേക്ക് ഒരു നറേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ FIR ഇടാൻ 2 ദിവസമായിട്ടും വൈകിയതിനു ശേഷവും 2 ദിവസം അല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് വലിയ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ അടുത്ത കാലത്ത് മന്ത്രി ഇതേപോലെയുള്ള പല പ്രസ്താവനകളും നടത്തുന്നത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതിനേക്കാൾ റിഗറോട് കൂടിയിട്ടാണ് കലോത്സവത്തിന് 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരാൾ 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് മന്ത്രി പറഞ്ഞു. അതിനുപയോഗിക്കുന്ന ആ ഒരു വീര്യമെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% ഈ വിഷയത്തിൽ മന്ത്രി ഉപയോഗിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. ഞാൻ കരുതുന്നത് അത് എൻ്റെ മാത്രം ചോദ്യമല്ല, പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ചോദിക്കാനുള്ളതാണ്. കാരണം നമ്മളൊക്കെ കാണുന്നതാണ്, നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ തന്നെ എങ്ങനെയാണ് കുത്തിയിരുന്ന് പഠിച്ച് ഈ വലിയ ഭാരിച്ച സിലബസൊക്കെ തന്നെ മനസ്സിലാക്കി ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കൂടി പോയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുറച്ചധികം ആൾക്കാർ ഇതിനെ മൊത്തം റിഗ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഇതിനെ ഒരു തട്ടിപ്പാക്കി മാറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവൃത്തി ഉണ്ട് എങ്കിൽ അവർ കാണിക്കുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ വിമർശിക്കുന്നതിന് നമുക്ക് കഴിയും. പക്ഷേ മന്ത്രി കേവലം പത്രസമ്മേളനം നടത്തി ഇതിനെ വിമർശിച്ച ഒരു ഭാഗത്ത് ഇരുന്നത് കൊണ്ട് കാര്യമില്ല. നടപടിയാണ് ഉണ്ടാകേണ്ടത്. ആ നടപടി പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ് വരേണ്ടത്. അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞാനിവിടെ കാണുന്ന പ്രശ്നം. തീർച്ചയായും എന്ത് തന്നെയായാലും ഇതൊരു നിസ്സാരമായ വിഷയമല്ല, ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് പുറകിൽ ഒരു ലോബി ഉണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. ഇതിന് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൃത്യമായി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയൊന്നും ഇത്തരം അങ്ങ് പറഞ്ഞതുപോലെ ഇത്തരം ലാഘവത്തോടെ സംസാരിക്കേണ്ട ഒരു വിഷയവുമല്ല. എന്തായാലും വളരെ കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുമെന്നും മറ്റുള്ള സംഘടനകളുടെയും മറ്റുള്ള ആളുകളുടെയും ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു പ്രതികരണവും പ്രതിഷേധവും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.